ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഓണം സ്പെഷ്യൽ പോപ്സാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഓണത്തിന് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തീമിൽ പോപ്സ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫ്ലവർ, ഓണത്തിൻ്റെ മെയിനായിട്ടുള്ളത് ഫ്ലവറാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലവർ വെച്ചിട്ട് പിന്നെ ഒരു ഭരണിയുടെ ഷേപ്പിലൊന്നും എടുത്തിട്ട് അതിനകത്ത് വയ്ക്കാൻ നേരത്തി. പോപ്സ് എന്ന് പറയുമ്പോൾ ഉരുണ്ടിട്ട് നല്ല ഷേപ്പിൽ നല്ല ഫിനിഷിങ്ങിലിരിക്കുമല്ലോ. അപ്പോൾ ഇതൊരു ഭരണിയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു ചോക്ലേറ്റ് കൊണ്ട് തന്നെ, അപ്പോൾ കുറച്ച് തിക്കായിട്ട് എടുത്താലേ നമുക്ക് ആ ഒരു ഇങ്ങനെ തൂത്തെടുക്കാൻ പറ്റും. മറ്റേത് അല്ലെങ്കിൽ ഒഴുകിപ്പോവും നന്നായിട്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇതൊരു വാനില പോപ്സാണ്. അതുപോലെ തന്നെ മിക്സ് ചെയ്ത്, ഇതൊക്കെ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ പോപ്സ് ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതെടുത്തത്. പിന്നെ ഒരു ഓണം തീം കേക്ക് പോപ്സ്, ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഒന്ന് തിക്കായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ക്യാൻഡി കളർ കിട്ടുന്നാൽ കറക്റ്റ് ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതിങ്ങനെ ഒഴിച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൈൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജെൽ കളറല്ല, സാധാരണ നല്ല ലിക്വിഡ് കളറാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കാവും. എന്നിട്ട് അത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഷേപ്പിൽ നമുക്ക് ആ ഒരു, ഞാൻ സ്പൂണിൻ്റെ ചെറിയ സ്പൂണിൻ്റെ ഒരു അറ്റം കൊണ്ട് ഞാനിങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ ആ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് തന്നെ ഇങ്ങനെ അറ്റം ഇങ്ങനെ വടിച്ച് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു ഭരണിയുടെ ഷേപ്പിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ യെല്ലോ കളർ ഓണത്തിൻ്റെ ഒരു തീം കളറാണ് യെല്ലോയും വൈറ്റും. അപ്പോൾ ഞാൻ യെല്ലോയിൽ ആ ഒരു ബേസ് യെല്ലോയിൽ കൊടുത്തിട്ട് ഫ്ലവർ വൈറ്റിലും അങ്ങനെ കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇതുപോലെ ഞാൻ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ തൂത്ത് കൊടുക്കുമ്പോഴേക്കും അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് തിക്കായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ജെൽ കളറ്, ക്യാൻഡി കളർ ചേർത്താൽ കിട്ടില്ല. അപ്പോൾ അത് സാധാരണ നമ്മളുടെ നോർമൽ കളർ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തിക്കാവും. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് നിൽക്കുമായിരുന്നു. ആ ഒരു ഭരണിയിൽ ഒരു ഫ്ലവർ വെച്ചിരുന്നത് പോലെയായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു കറക്റ്റ് തീമിൽ കിട്ടുകയും ചെയ്തു നമുക്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ അന്നേരം എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയാണ് എന്ത് തീം ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നിയ രീതിയിൽ ഞാനങ്ങനെ ചെയ്ത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അതേപോലെ തന്നെ ചെയ്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഭരണിയുടെ ഷേപ്പിൽ ആ ഒരു കിട്ടും. എന്നിട്ട് അതിനകത്തൊരു ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫോണ്ടൻ്റ് ഫ്ലവർ, അത് വൈറ്റും ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് അങ്ങനെ അത് വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാ കളറും തന്നെ ഓണത്തിൻ്റെ എല്ലാ തീം കളർ അതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. വൈറ്റ്, യെല്ലോ, ഓറഞ്ചൊക്കെ. ഇതുപോലെ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഒരു ഓണത്തിൻ്റെ ആ ഒരു എല്ലാ ലുക്കും അതിനകത്ത് കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.